പ്രോഡക്ട്സ് ആണ് എനിക്ക് ആക്ച്വലി ഇപ്പൊ PR ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി ഓക്കെ ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് വിത്തിൻ എ വീക്ക് എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പൊ ഇപ്പോഴത്തേക്ക് ബൈ ബൈ. അപ്പോൾ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്. ഹലോ ഗായ്സ്, അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ അത്ര ഫോളോവേഴ്സ് അല്ലെങ്കിൽ അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണുള്ളത്. സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടി അതിന് മാത്രം വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടുമില്ല. അത് വേറൊരു കാര്യം. എൻ്റെ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ 2 years ബാക്ക് ആയിരുന്നു. അതായത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ കോളേജിലേക്ക് വരുന്ന ഒരു ടൈമിലുള്ള വീഡിയോ ആണ് ഫസ്റ്റ് വീഡിയോ. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുറച്ച് വീഡിയോസ് മാത്രം ഇപ്പോൾ ലൈക്ക് അവിടെ ഇങ്ങനെ ഇട്ട് പോന്നിക്കണേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ 3rd ഇയറിലാണുള്ളത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇപ്പോൾ 3rd ഇയറിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിന്ന് എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കുറച്ച് ഫോളോവേഴ്സ് കയറുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് PRs ഒക്കെ കിട്ടി തുടങ്ങി. ആൻഡ് മോർ ദാൻ ദാറ്റ് ഞാനും കുറച്ച് പ്രിഫേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു കോൾ കിട്ടി, എനിക്ക് ഒരു പ്രോഡക്റ്റ് ഡെലിവർ ആവാനുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആൻഡ് പിന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫിൽ ചെയ്ത PR ഫോമിന് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ആൻഡ് ഓക്കെ, അപ്പം ഞാൻ കരുതി ഓക്കെ ഒന്നിച്ചൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഒന്നിച്ചൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ്. ആക്ച്വലി ഇത് വിഷ് കെയർ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. സംഭവം ഇതിൽ എന്താ വെച്ചാൽ ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളൂ സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു അൺബോക്സിങ് ഈസിയായിട്ട് ചെയ്യാമെന്ന്. ഞാൻ ഇതിൽ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിലെന്തോ സൺസ്ക്രീൻ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഭയങ്കര യൂസ്ഫുൾ. എനിക്കൊരു ഓർമ്മയുണ്ട്, ഞാനൊരു 3 years ബാക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് 3 to 4 years ബാക്ക് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ വെറുതെ പറയുന്ന പോലെ ഞാൻ സൺസ്ക്രീൻ എന്നുള്ള സാധനം തൊട്ടിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ട്രൈ ചെയ്തത്. ബട്ട് ട്രൈ ചെയ്തത് വെച്ച് പറയാണ് ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര എന്താ പറയാ നമുക്ക് യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ അല്ല നമ്മുടെ ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ പോരാത്തിന് കേരളത്തിലെ ഒരു ക്ലൈമറ്റ് അല്ല ഇവിടെ ഉള്ളത്. കേരളത്തിൽ ഓൾറെഡി ഇപ്പോൾ ഒരു ചൂട് അന്തരീക്ഷമാണുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒടുക്കത്തെ ചൂടാണ്. അപ്പൊ അതിനൊക്കെ കുറച്ച് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ഇതുപോലത്തെ സൺസ്ക്രീൻ ബോഡി ലോഷന് അതൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഉള്ളത് എന്തിനാണ് വെറുതെ കളയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യല്ല, ബട്ട് ഇങ്ങനത്തെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ കുറേ സൺസ്ക്രീൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പല ബ്രാൻഡ്സിന് അക്വാലോജിക്ക, പിന്നെ മിനിമലിസ്റ്റ്, ചില സൺസ്ക്രീൻ എന്റെ സ്കിന്നിന് തീരെ ചേരാനില്ല. ഞാൻ വിചാരിച്ചു ഒന്ന് ഇതും കൂടി ട്രൈ ചെയ്തു. ഞാൻ ഇപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നേ ഉള്ളൂ. സോ എനിക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ യൂസ് ചെയ്യാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഒരു വീക്ക് യൂസ് ചെയ്തിട്ട് പറയാം. ബട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ക്യാമറ ആംഗിൾ വല്ല തിരിയുന്നുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. കാരണം ഇത് ചെറുതായിട്ട് ഇതിനൊരു ലൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലൂസിൻ്റെ ഒരു കുറച്ചൊരു പ്രശ്നം ഉണ്ടാവും. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. പൊതുവേ ഞാൻ പാക്കറ്റ് പൊട്ടിക്കുന്നതിൽ വളരെ മോശമാണ്. ബട്ട് ഫൈൻ, ഇൻ കേസ് ഞാൻ ചിലപ്പോൾ വീഡിയോ കട്ട് ചെയ്യും. കാരണം ഇത് പൊട്ടിച്ചു വരുമ്പോഴത്തേക്കും ഒരു സമയമാകും. ഫൈൻ, ഞാൻ ഉദ്ദേശിച്ച കണക്ക് നടന്നിക്കണം. കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. ആഫ്റ്റർ ദിസ് പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഗൈസ് ഞാൻ അത് പൊട്ടിച്ചിരിക്കണം. സംഭവം കുറച്ച് അത്യാവശ്യം നല്ലതായിട്ട് ടൈറ്റായിട്ട് അവരെ ലൈക്ക് എന്താ പറയുക വിഷ്കേണ്ടത് ഇതുപോലത്തെ സാധനം വെച്ചിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് പൊട്ടിക്കാനാണ് ഇത്ര ബുദ്ധിമുട്ടിയത് ആക്ച്വലി. ആൻഡ് ഞാനിത് പൊട്ടിച്ച സമയത്തല്ലേ ജസ്റ്റ് ഒന്ന് നോക്കിക്കണം. ആർക്കാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. പോരാത്തതിന് ഇങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ആകുമ്പോൾ എന്തായാലും ക്യൂരിയസ് ആയിരിക്കും. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് സംഭവം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബട്ട് അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് യൂസ് ചെയ്തിട്ടേ പറയാൻ പറ്റും. ആൻഡ് മോർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് ഈ ക്യാമറ കൂടെ കാണാൻ പറ്റാത്തതാണ് സംഭവം. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് വൈകിട്ട് ഒരു 4 മണിയല്ല, ഇപ്പം എത്രയാ, ഓക്കെ 6 മണി ആയിട്ടുണ്ട്. 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും, വെയിലൊക്കെ ഒന്ന് താന്ന് ഒക്കെ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആയിരിക്കും. ബട്ട് ഇത് അങ്ങനെയല്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിത് വീർക്കുന്നുണ്ട്. ഈ ക്യാമറ കൂടെ ശരിക്കും കാണാത്തതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നോർമൽ ആയിട്ടുള്ള അല്ലാത്ത സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്ന്. അതെ, ഇപ്പൊ കറണ്ടും കൂടെ പോയിക്കണേ, അതുകൊണ്ട് എല്ലാം കണക്കായി. ഇനിയിപ്പോൾ കറണ്ട് വന്നില്ലെങ്കിൽ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല.
നോർമലി ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൂടൊക്കെ തുടങ്ങുന്നത് ഒരു 10 മണി അല്ലെങ്കിൽ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഞങ്ങൾ കോളേജിൽ പോകുന്നതിന് 8:45 ആ സമയത്താണ്. ആ സമയത്ത് ആകുമ്പോഴേ മുഖത്തിങ്ങനെ അടിച്ച് വീശുന്ന കണക്കത്തെ വെയിലാണ്. അടിച്ച് വീശി വെക്കുന്ന കാറ്റല്ലേ, എന്തായാലും ഭയങ്കര വെയിലാണ് സംഭവം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൺസ്ക്രീന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, അങ്ങനെയാണ് കുറെ ആൾക്കാരൊക്കെ പറയുന്നത്. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം ഞാൻ ഓൾറെഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവരുടേതായ എന്തൊക്കെ ഒരു കാർഡ്, ഷിപ്പിംഗ് അഡ്രസ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഷിപ്പിംഗ് അഡ്രസ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ആൻഡ് ദിസ് ഈസ് ദ വൺ ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ഇതിനകത്ത് 3 പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ ഒരു പ്രോഡക്റ്റ് ആണ് കേസ് ഇത്. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇത് യൂസ് ചെയ്യാണ്ട് എനിക്കൊരു റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ക്ലൈമറ്റിൽ ഇതൊക്കെ ഇട്ട് ഇറങ്ങിയാൽ തന്നെ ഒലിച്ചു പോകും. ബട്ട് സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമല്ലോ. ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ആണ് ഇതിലുള്ളത്. UVA UVB പ്രൊട്ടക്ഷൻ ആണ്. ഇത് വിഷ് കെയർ ബ്രാൻഡ് കണ്ടല്ലോ, ലൈക്ക് പൊട്ടിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. ആൻഡ് ഇത് യൂസ് ചെയ്യാണ്ട് ഇതിൻ്റെ റിവ്യൂ പറയാനാവില്ല. ജസ്റ്റ് ഞാൻ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. എന്തായാലും ഞാനിത് ഒരു വീക്കിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഡെഫിനറ്റ്ലി റിവ്യൂ പറയും. ഞങ്ങൾ കോളേജിൽ ഇപ്പോൾ ഉടനെ ലീവ് പറയുമെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണെങ്കിൽ 2 ക്ലൈമറ്റ് നോക്കാൻ പറ്റും. ഇവിടുത്തെ ക്ലൈമറ്റ് നോക്കാൻ പറ്റും, നാട്ടിലെ ക്ലൈമറ്റ് നോക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഗൈസ്. ഇപ്പം ഇതാണ് ഒരു പ്രോഡക്റ്റ്. എനിക്ക് ഇതിനകത്ത് 3 പ്രോഡക്റ്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരു പ്രോഡക്റ്റാണ് ഗൈസ് ഇത്. ആൻഡ് രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ഓക്കെ ഓയിൽ ബാലൻസ്. മറ്റത് ബോഡി ലോഷൻ വിത്ത് സൺസ്ക്രീൻ ആയിരുന്നു. ഇത് നോർമൽ ആയിട്ടുള്ള എന്താ പറയുക നോർമൽ സൺസ്ക്രീൻ ആണ്. നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കണക്കത്തെ സൺസ്ക്രീൻ ആണ്. ഇതും SPF 50++ ആണ്. ഓഫ് കോഴ്സ് മോസ്റ്റ് ഓഫ് ദി സൺസ്ക്രീനും SPF 50+ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഇൻവിവോ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അത് വേറെ വന്നേക്കുന്നത്. പിന്നെ ഓക്കെ ഇത് കണ്ടോ, ഇത് ലിപ് ബാമാണ് ഗൈസ്. ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഈ ലിപ് ബാമിനോട്. ഒന്നെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം അത്യാവശ്യം നല്ല ലിപ്സ് ഡ്രൈ ആക്കും. അപ്പം അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ ലിപ് ബാം പോലത്തെ ഐറ്റംസ് ആണ്. സോ ഇതൊക്കെ ഞാനൊന്ന് യൂസ് ചെയ്തിട്ട് പറയാം. ലിപ് ബാമൊക്കെ എനിക്ക് ഡെയിലി രാത്രി ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ വിത്തിൻ ഒരു ലിപ് ബാമൊക്കെ എത്ര ഹെൽപ്ഫുൾ ആണ് നമുക്കൊരു വിത്തിൻ എ വീക്ക് തന്നെ മനസ്സിലാവും. സോ അപ്പോൾ ഈ 3 പ്രോഡക്റ്റ്സ് ആണ് എനിക്ക് ആക്ച്വലി ഇപ്പോൾ PR ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഓക്കെ ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് വിത്തിൻ എ വീക്ക് എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ബൈ. അപ്പോൾ കണ്ടവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.